കല്ലുമ്മക്കായ വെച്ചിട്ടൊരു ഫിഷ് കറി ഉണ്ടാക്കാൻ പോവാണ്. സോ ഞാൻ ഫസ്റ്റ് ടൈം ഉണ്ടാക്കാൻ പോകുന്നത്. ഐ തിങ്ക് ഇറ്റ് വിൽ കം ഔട്ട് വെൽ ബിക്കോസ് ഇറ്റ്സ് എ വെരി സിമ്പിൾ ഈസി റെസിപ്പി. സോ ലെറ്റ്സ് മേക്ക് ഇറ്റ്. സാധനങ്ങളെ ആവശ്യമുള്ളൂ. കല്ലുമ്മക്കായ ആവശ്യമാണ്. കുറച്ച് ഇത് മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ്. മഞ്ഞളും മുളകും ഉപ്പും വെച്ചിട്ട്. ആൻഡ് 2 tomatoes. You just cut like this. And കറിവേപ്പില, കുറച്ച് മാങ്ങ, പച്ചമാങ്ങ, ഇഞ്ചി, പച്ചമുളക്. ഇത് 2 പേർക്കുള്ള കറിയാണ്. സോ കുറച്ചേ ഉള്ളൂ. അപ്പോൾ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി. ആൻഡ് വി വാണ്ട് ഓൾസോ ഇത് അരച്ച തേങ്ങയും കൂടെ. ഒരു ചട്ടി എടുത്തു. ബിക്കോസ് ചട്ടിയിൽ മീൻകറി ഉണ്ടാക്കുമ്പോഴാണ് അതിൻ്റെ ഒരു വൈബ് നമുക്ക് കിട്ടുന്നത്. സോ ഒരു ചട്ടി ചൂടാക്കാൻ വെച്ചു. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്തു. നമ്മുടെ തക്കാളി, ഇഞ്ചി, പച്ചമുളക്, പിന്നെ മഞ്ഞൾ, ഉപ്പ്, മുളക് എല്ലാം ആഡ് ചെയ്തിട്ട് കുറച്ച് നേരം ഒന്ന് കുക്ക് ചെയ്യാൻ വേണ്ടി വെച്ചു. ഇതെല്ലാം ഇട്ട് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ പിന്നെയാണ് ഇത് എൻ്റെ രീതി ഓഫ് ഉണ്ടാക്കലാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫിഷ് ഇട്ടു. കുറച്ച് ഉലുവ കൂടെ ആഡ് ചെയ്യാം. അതൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. ഈ ഇൻഗ്രീഡിയൻറ്റ് ഞാൻ നേരത്തെ പറയാൻ മറന്നുപോയൊരു ഇൻഗ്രീഡിയൻ്റ് ആയിരുന്നു. ഇതൊരു 10 മിനിറ്റ് നമുക്ക് ജസ്റ്റ് ഒന്ന് ബോയിൽ ചെയ്യാൻ വേണ്ടി വയ്ക്കാം. നമ്മൾ മാങ്ങ ഇട്ട് ഉണ്ടാക്കുന്ന കറി ആയതുകൊണ്ട് അടുത്ത ഇൻഗ്രീഡിയൻറ്റ് നമുക്ക് കുറച്ച് പച്ചമാങ്ങ ആഡ് ചെയ്യാം. ഒരു 1/2 സ്ലൈസ് പച്ചമാങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ആഡ് ചെയ്തിട്ട് നെക്സ്റ്റ് ഒരു 10 മിനിറ്റ്സ് നമുക്ക് ഒരു പച്ചമാങ്ങ ഒരു ഹാഫ് ബോയിൽഡ് ആവുന്നവരെ നമുക്ക് കുക്ക് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. ദെൻ അവർ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇസ് ആഡിങ് അരച്ച തേങ്ങ ഇത് ഓൾറെഡി ഞാൻ പ്രീമിക്സ് ചെയ്ത് വെച്ചിരുന്നു. അത് നമുക്ക് ഒരു 1.5 സ്പൂൺ, കാരണം ഇത് 2 പേർക്കുള്ള കറി ആയതുകൊണ്ട് കുറച്ച് മാത്രമേ ഉള്ളൂ. അത് ഇട്ട് മിക്സ് ചെയ്തപ്പോഴാണ് ഈ ഒരു കൺസിസ്റ്റൻസി ആൻഡ് കളറിൽ ഇത് വന്നത്. നമ്മളെ ലാസ്റ്റ് സ്റ്റെപ്പ് ഇസ് ആഡിങ് ഈ വറുത്തിട്ട ഐറ്റംസ്, അതായത് ചുവന്ന മുളക്, ഉലുവ ആൻഡ് കടുക്. അത് 3 ഐറ്റംസും ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തു. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ്സ് ഞാനൊന്ന് തിളപ്പിക്കാൻ വയ്ക്കും. കൂടുതൽ നേരം തിളപ്പിക്കണ്ട. നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇഷ്ടം കഴിക്കാൻ. അത് അല്ലാത്തവർക്ക് ഇത് കുറച്ചും കൂടെ തേങ്ങ ഇട്ടിട്ട് നമുക്ക് കുറച്ചും കൂടെ തിക്കാക്കാം. ആൻഡ് ദേർ യു ഗോ. മീൻകറി റെഡിയായി. ഇതെനിക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്ന് വെച്ചാൽ നിങ്ങൾക്കും ഇത് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. സോ പ്ലീസ് ഡു ട്രൈ ആൻഡ് ലെറ്റ് മീ നോ. താങ്ക് യു ഫോർ വാച്ചിങ്.